എല്ലാവർക്കും റുഡസ് സെറികൾച്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജൂൺ മാസത്തിൻ്റെ ഏകദേശം പകുതിയോടൊക്കെ എത്തിയിരിക്കുകയാണ്. ജൂൺ മാസമെന്ന് പറയുന്നതിന് അത്ഭുതമാണ്. കാരണം ക്ലൈമറ്റ് നമ്മൾ വിചാരിച്ച പോലെ ഒന്നുമല്ല പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തോട്ടങ്ങളിൽ സെറ്റിങ്സ് തീരെ കുറവാണ് കാണിക്കുന്നത്. മാത്രമല്ല മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലും കാണിക്കുന്നുണ്ട്. എന്നാലൊട്ട് നല്ല വേരുകളുമുണ്ട്, നല്ല ഫ്ലവറിങ്ങും ഉണ്ട്. മിക്കവാറും കർഷകർ പറയുന്നൊരു പ്രശ്നമാണിത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മുടെ തോട്ടങ്ങൾ ഇങ്ങനെ കാണുന്നതിനുള്ളതെന്നുള്ള കുറച്ച് കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവസാനം വരെ കാണാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക. അതിലേറ്റവും ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ക്ലൈമറ്റ് തന്നെയാണ്. നമുക്കറിയാം, നല്ല പോലെ മാറി മാറി വരുന്ന ക്ലൈമറ്റാണ്. അതായത് നല്ലൊരു വേനലായിരുന്നു, അതിൻ്റെ പുറമേ നല്ലൊരു മഴ കിട്ടി, അതിനുശേഷം വീണ്ടും നമ്മുടെ ക്ലൈമറ്റ് അത്യാവശ്യം ചൂടായിട്ടുണ്ട്. കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നല്ല പോലെ തന്നെ ചൂടാണ്. അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ വേരുകൾക്ക് വേണ്ട രീതിയിൽ വളങ്ങൾ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അതായത് വേരുകൾക്ക് നല്ല സമ്മർദ്ദം ഉണ്ടാകും. മാത്രമല്ല നല്ലപോലെ നനയ്ക്കാതെ നിന്ന തോട്ടങ്ങളൊക്കെ, അതായത് ഉണക്കിന് അല്ലെ വേനയ്ക്ക് നല്ലപോലെ മണ്ണുണങ്ങിയ തോട്ടങ്ങളിൽ വേരുകൾ നല്ലപോലെ ഡാമേജ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തോട്ടങ്ങളിലും കാപിടുത്തം തീരെ തന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ നല്ലപോലെ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ കാണുന്നുണ്ട്. അപ്പം അതിലൊരു കാര്യമാണ്, കഴിഞ്ഞ ദിവസം നമ്മൾ മഞ്ഞപ്പെട്ടിലൊരു തോട്ടത്തിൽ പോയപ്പോഴത്തേക്ക് നമ്മളവിടെ ചെന്നത് തന്നെ സെറ്റിങ്സ് ഇല്ല എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കാണ് തോട്ടത്തിൻ്റെ നമ്മുടെ ഈ അലക്കുകല്ലിന് ചുറ്റുമുള്ള ഒരു 4 ചെടിയിൽ മാത്രമായിട്ട് നല്ല പോലെ സെറ്റിങ്സ് കാണുന്നുണ്ട്. എന്നാൽ 4 ചെടിയുടെ അപ്പുറത്ത് നിൽക്കുന്ന ചെടികളിൽ ഒട്ടും തന്നെ സെറ്റിങ്സ് ഒട്ട് കാണുന്നുമില്ല. അത് തന്നെ ഒരു കാര്യമാണ്. നല്ല പോലെ നനച്ച തോട്ടങ്ങളിൽ, അതായത് വേനയ്ക്ക് നല്ലപോലെ നനച്ച തോട്ടങ്ങളിലൊക്കെ ആണെങ്കിൽ സെറ്റിങ്സിൻ്റെ പ്രശ്നം അത്രയും പ്രശ്നമായിട്ട് തന്നെ കാണുന്നില്ല, അല്ലെങ്കിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിലും അധികം കാണുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യമാണ്, തോട്ടങ്ങളിൽ ഫിസേരിയത്തിൻ്റെ ആധിക്യം കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. തോട്ടങ്ങളിൽ തട്ടകൾ നല്ലതായിട്ട് പഴുക്കുന്നൊരു പ്രതീതി കാണുന്നുണ്ട്. പെട്ടെന്നൊരു മഴയൊക്കെ വന്നപ്പോഴത്തേക്ക് തട്ടകൾ നല്ലപോലെ മഞ്ഞപ്പാകുന്നുണ്ട്. മാത്രമല്ല തട്ടകൾ പകുതി വെച്ച് ഒടിയുന്നൊരു പ്രശ്നം, മാത്രമല്ല പോളകൾ നല്ലപോലെ പൊളിയുന്നൊരു പ്രശ്നം. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തോട്ടങ്ങളിൽ ഫിസേരിയം കൂടുതലാണ് എന്നുള്ളതാണ്. തോട്ടത്തിൽ ഫിസേരിയത്തിൻ്റെ ആധിക്യം കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും സെറ്റിങ്സിലും കുറവ് വരും. അതായത് കാപിടുത്തത്തിൽ നല്ലപോലെ തന്നെ കുറവ് വരും, ഫ്ലവറിങ്ങിലും നല്ലപോലെ കുറവ് വരും. ഫിസേരിയം ആണെങ്കിൽ അതിനുള്ള മരുന്ന് ഫംഗിസൈഡുകൾ നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് ചുവട്ടിലും കൂടി ഒന്ന് കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫിസേരിയത്തെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിലിപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് മരുന്നുകളെന്ന് പറയുന്നത്, ഒന്നാമത്തെ നമ്മുടെ ഗിലീലിയോവെ കോർട്ടിവയുടെ അതൊരു 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോവിറ്റ് സിഞ്ചൻറ്റയുടെ അതൊരു 200 മില്ലി 200 ലിറ്റർ വെള്ളത്തിൽ, അതും അല്ലെങ്കിൽ സ്പ്രിൻറ്റ് നമ്മുടെ ഇൻഡോഫിലിൻ്റെ അതൊരു 400 ഗ്രാം 200 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്ത് നോക്കിക്കോളുക. അത്യാവശ്യം സ്പ്രേ ചെയ്ത് ചുവട്ടിലും കൂടെ ഒന്ന് കാണിക്കുവാണെങ്കിൽ അത്യാവശ്യം ഫിസേരിയത്തിന് നല്ലപോലെ തന്നെ കൺട്രോൾ തരുന്നത് കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമ്മുടെ കാർബൺ ഡൈഓക്സൈഡ് പ്ലസ് ടെബുക്കോണാസോൾ അതൊന്ന് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ സ്പ്രേ പ്ലസ് ഡ്രഞ്ച് കൊടുക്കുവാണെങ്കിൽ അതും നമ്മുടെ ഫിസേരിയത്തിന് ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു 4 കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ ചെടികളുടെ വേരുകൾ പ്രോപ്പറായിട്ട് നിൽക്കണമെന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സമ്മർദ്ദത്തിലായതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പോഷകങ്ങളോ വളങ്ങളോ ഒന്നും നമ്മുടെ ചെടികൾക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഒരു ജൈവമാർഗ്ഗം സ്വീകരിച്ച് മണ്ണിലേക്ക് കൊടുക്കുവാണെങ്കിൽ, നല്ലപോലെ ജൈവമാർഗ്ഗങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുവാണെങ്കിൽ, നമ്മുടെ രാജ്ഫോസ്, പിണ്ണാക്ക്, അല്ലെങ്കിൽ എല്ലുപൊടി അങ്ങനത്തെയുള്ള കാര്യങ്ങൾ, പിന്നെ വാമൊക്കെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല കരുത്തുള്ള വേരുകൾ നമ്മുടെ ചെടികൾക്ക് ലഭിക്കും. അതിനുശേഷം നമ്മളൊരു വളം കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതം. അതുപോലെ തന്നെ അത്യാവശ്യം ചെറിയ രീതിക്ക് നമ്മൾക്ക് ഫോളിയാറൊക്കെ കൂട്ടി കൊടുക്കുവാണെങ്കിൽ, ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലുള്ള ഫോളിയാർ, നൈട്രജൻ കുറവുള്ള ഫോളിയാറൊക്കെ കൊടുക്കുവാണെങ്കിൽ അത്യാവശ്യം സെറ്റിങ്സിലേക്ക് നമുക്ക് നല്ലപോലെ ആവുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് ഫോളിയാർ കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞു തരാം. ഏറ്റവും ആദ്യത്തേത് നമ്മുടെ സോയിൽ ഫിറ്റിൻ്റെ ബഡ് ഫിറ്റ് എന്ന് പറയുന്ന കോമ്പിനേഷൻ. 6% നൈട്രജനും ഒരു 40% ഫോസ്ഫറസും അതുപോലെ തന്നെ 8% ബോറോണും 2% മോളിഡിനുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് 200 ഗ്രാമാണ് 200 ലിറ്റർ വെള്ളത്തിൽ. മാത്രമല്ല പൊട്ടാഷ് കുറവായതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ പൊട്ടാഷ്യം ഷോണേറ്റ്, പാഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പാഷൻ ഒരു 1/2 കിലോയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്ത് ചുവട്ടിലൂടെ ഒന്ന് പിടിച്ച് കാണിക്കുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ സെറ്റിങ്സിനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട്, ഫ്ലവറിങ്ങിനാണെങ്കിലും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ് നമ്മുടെ കോംബോ എക്സ്പേർട്ടിൻ്റെ 0-40-37 എന്ന് പറയുന്ന കോമ്പിനേഷൻ. അപ്പം അതൊരു 1/2 കിലോ, അതിൻ്റെ കൂടെ നമ്മുടെ എക്സീഡ് ചിലേഷനുള്ള മൈക്രോന്യൂട്രിയൻസ് ആണ്. അപ്പോൾ എക്സീഡ് ഒരു 200 ഗ്രാം, അതിൻ്റെ കൂടെ സീവീഡ്, നമ്മുടെ അസ്കോഫൈലം നോഡോസ് എന്ന് പറയുന്ന സീവീഡ്, ബന്ദിക്ക് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ബന്ദിക്ക് ഒരു 400 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ സ്പ്രേ ചെയ്തൊന്ന് കൊടുത്തു നോക്കിക്കൊള്ളുക. അത്യാവശ്യം സ്ട്രെസ്സുള്ള ചെടികളിലൊക്കെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറി നല്ലപോലെ സെറ്റിങ്സിലേക്ക് വരുന്നതായിരിക്കും.
അപ്പം കർഷകർ ശ്രദ്ധിക്കുക, തോട്ടത്തിൽ ന്യൂട്രിയൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ അല്ലെങ്കിൽ കാസറ്റിങ്സ് കുറവ്, ഈ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻസ് അല്ലെങ്കിൽ ഫോളിയറായിട്ട് നമ്മൾ സ്പ്രേ കൊടുക്കാറുള്ളത്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് വേരുപുഴുവിൻ്റേത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തോട്ടത്തിൽ വേരുപുഴുവിൻ്റെ വണ്ടുകളൊക്കെ ആണെങ്കിലും വേര് പുഴുക്കളാണെങ്കിലും അത്യാവശ്യം കാണുന്നുണ്ട്. അപ്പം ഇവറ്റകളുടെ സാന്നിധ്യം മണ്ണിലുണ്ടെങ്കിൽ നമ്മുടെ വേരുകൾക്ക് നല്ലപോലെ തന്നെ മുറിവുകളുണ്ടാവും. അപ്പോൾ ഈ മുറിവുകളിലൂടെ നെമറ്റോഡാണെങ്കിലും ഫിസേരിയോ ആണെങ്കിലും പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ പ്രശ്നത്തിന് ഏറ്റവും എഫക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്നെന്ന് പറയുന്നത് നമ്മുടെ കാർബോസൾഫാൻ മാർഷൽ, FMCയുടെ മാർഷൽ, അതൊരു 300 മില്ലിയും അതിൻ്റെ കൂടെ ടെബുകൊണാസോൾ അതൊരു 150 മില്ലിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 8 ലിറ്റർ ചെടിക്ക് അകത്തും പുറത്തോട്ട് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ നെമറ്റോഡിനാണെങ്കിലും വേരുപുഴുവിനാണെങ്കിലും ഫിസേരിയത്തിനാണെങ്കിലും ഒരുപോലെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ തോട്ടങ്ങളിൽ pH വളരെ കുറവാണെങ്കിൽ, അതായത് അസിഡിക് ആയിട്ടുള്ള നേച്ചറൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുമ്മായം കലക്കി ഒഴിക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. ഈർപ്പം നല്ലപോലെ നിൽപ്പുണ്ടെങ്കിൽ മണ്ണിലൊരു കുമ്മായം കലക്കി ഒഴിക്കുന്നത് വളരെ ഉചിതമായിട്ടുള്ള കാര്യമായിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ആ അമ്ലതയൊക്കെ ഒന്ന് മാറി നല്ല പുതിയ വേരുകൾ ഇനിഷ്യേറ്റ് ആവുകയും ചെയ്യും. മിക്കവാറും കർഷകർ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രശ്നമാണ് തോട്ടത്തിൽ നെമറ്റോഡിൻ്റെ ആധിക്യം കൂടുതലാണ് എന്നുള്ളൊരു കാര്യം. കഴിഞ്ഞ വർഷം നെമറ്റോഡിൻ്റെ ആധിക്യം കൂടുതലായിട്ട് കണ്ട തോട്ടങ്ങൾ, വേരുകൾ പോയ തോട്ടങ്ങൾ ഈ വർഷം ഉറപ്പായിട്ടും നെമറ്റോഡ് കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വേരുകൾ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. വേരുകളിലുണ്ടാകുന്ന തടിപ്പ് അല്ലെങ്കിൽ ഇലകൾ കുറുനാം പോലെ ആവുന്നത്, അല്ലെങ്കിൽ വേരുകൾ ബ്രിട്ടിലാകാമെന്ന് പറയും, അതായത് നല്ല കട്ടിയായിട്ട് പൊടിഞ്ഞു പോകുന്നൊരു പ്രതീതി, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തോട്ടത്തിൽ നെമറ്റോഡിൻ്റെ സിംറ്റംസ് അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കറിയാം നെമറ്റോഡ് എന്ന് പറയുന്നത് ഒരു വാട്ടർ ലവിങ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. അപ്പം നമുക്കറിയാം മഴയൊക്കെ വരുമ്പോഴത്തേക്ക് മണ്ണിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോഴത്തേക്ക് ഇവറ്റകൾ നല്ലപോലെ തന്നെ റിപ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ വേരുകൾക്കൊരു സമ്മർദ്ദം ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിലേക്ക് അതിൻ്റെ പ്രതിരോധം കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ വേരുകളെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഡയഗ്നോസിസ് ചെയ്തിട്ട് അതിൻ്റെ എത്രമാത്രമാണ് അതിൻ്റെ ആധിക്യം കൂടുതലെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ തോട്ടത്തിൽ അതിന് മരുന്ന് റെക്കമെൻഡ് ചെയ്യാനായിട്ട്. തോട്ടത്തിൽ ആധിക്യം കൂടുതലാണെങ്കിൽ വേലംപ്രയം പോലുള്ള മരുന്നുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത്രയും കൂടുതലുണ്ടെങ്കിൽ മാത്രം നമ്മൾ വേലംപ്രയമിലേക്കൊക്കെ പോയാൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ കാർബോസൾഫാൻ നമുക്ക് യൂസ് ചെയ്യാം. ചെറിയ അളവിലൊക്കെ ഉണ്ടെങ്കിൽ കാർട്ടാപ്പ് പോലെയുള്ള മരുന്ന്, അല്ലെങ്കിൽ ഫിപ്രോണിൽ പ്ലസ് മിഡ പോലുള്ള കോമ്പിനേഷൻസ് നമ്മൾ തോട്ടങ്ങളിൽ തേനീച്ചയുടെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകളൊക്കെ റെക്കമെൻഡ് ചെയ്യാനായിട്ട്. നോക്കിയിട്ട് നമുക്ക് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നെമറ്റോഡിൻ്റെ ആ ഒരു സിംറ്റം നമുക്ക് നല്ലപോലെ കുറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ കർഷകർ ശ്രദ്ധിക്കുക, തോട്ടത്തിൽ മഞ്ഞപ്പിഞ്ച് പൊഴിച്ചിൽ അതുപോലെ തന്നെ കാപിടുത്തം കുറവൊക്കെ ആണെങ്കിൽ എന്താണ് കറക്റ്റ് പ്രശ്നമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മരുന്ന് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഉചിതമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് നമ്മൾ ഈ കാപിടുത്തമൊക്കെ കുറവായതുകൊണ്ട് നെമറ്റോഡാണ് വേരുപുഴുവെന്നൊക്കെ പറഞ്ഞ് കണ്ടമാന റേറ്റ് കൂടിയ മരുന്നുകൾ നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫോളിയാർ കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിലും അധിക റേറ്റ് കൂടി കണ്ടമാനം കോമ്പിനേഷൻസ് നമ്മുടെ കർഷകർക്ക് സ്പ്രേ ചെയ്യാനായിട്ട് മരുന്ന് കൊടുക്കുന്നവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാതെ കറക്റ്റായിട്ട് എന്താണ് പ്രശ്നമെന്ന് ഡയഗ്നോസ് ചെയ്തതിന് ശേഷം മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്കധികം ചിലവാകത്തുമില്ല, എന്നാൽ നല്ല റിസൾട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ ഉള്ളവർ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തുകൊള്ളുക. അതുപോലെ തന്നെ കൺസൾട്ടിങ് വേണ്ടവർക്കും നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തിക്കൊള്ളുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ആവശ്യമുള്ള കർഷകർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. നന്ദി.